പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചന ഭാഗം വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യം മുതൽ. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ഞാൻ ഈ ലോകത്തിൻ്റെ എല്ലാവിധ ടെംപ്റ്റേഷൻസിൽ നിന്നും, എല്ലാവിധ പ്രലോഭനങ്ങളിൽ നിന്നും ഞാൻ എന്നെ തന്നെ മോചിതനാക്കിയിരിക്കുന്നു. കാരണം പാപമില്ലാത്തവനാണ് ക്രിസ്തു. മനുഷ്യരെല്ലാം പാപം ചെയ്തു. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ക്രിസ്തുവിൽ ഒരു പുതിയ മനുഷ്യനായിരിക്കുന്നു. എൻ്റെ പാപങ്ങളെ ഞാൻ വെറുത്ത് ഉപേക്ഷിച്ചിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവന്, ക്രിസ്തുവിൽ വീണ്ടും ജനിച്ച ഒരുവന്, അവനിൽ പിന്നീട് അവനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് അവനിലൂടെ ജീവിക്കുന്നത്. എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതം ആണ്. അപ്പോൾ നമ്മളെപ്പോഴും ബൈബിളിലൊക്കെ നമ്മൾ കേൾക്കുന്ന ഒരു പുതിയ മനുഷ്യൻ ആകുക, വീണ്ടും ജനിക്കുക. നിങ്ങൾ വീണ്ടും ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിന് അർഹനല്ല. അപ്പോൾ ശിശുക്കൾ നിഷ്കളങ്കരായിരിക്കുന്നത് പോലെ ശിശുക്കൾ അവരുടെ പിതാവിനെ അനുധാവനം ചെയ്യുന്നത് പോലെ നിഷ്കളങ്കരായി ക്രിസ്തുവിൻ്റെ കരം പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയണം. അപ്പോൾ ഞാനിതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. 4 ടൈപ്പ് വിശ്വാസികളാണ് ശരിക്ക്. അതിനകത്ത് ഒരു ടൈപ്പ് അവർ വിശ്വാസികളല്ല, അവർ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ല, അവർ കൊടും പാപികളാണ്. അവർ ചെയ്യുന്നതെല്ലാം മനുഷ്യർക്കുമെതിരാണ്, ദൈവത്തിനുമെതിരാണ്. കൊലപാതകം, വ്യഭിചാരം, മോഷണം, ഇങ്ങനെയുള്ള അതികഠിനമായ പാപങ്ങളാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ എല്ലാ പ്രവൃത്തികളും മനുഷ്യർക്കുമെതിരാണ്, ദൈവത്തിനുമെതിരാണ്. പിന്നീടൊരു കൂട്ടർ, അവർ മനുഷ്യർക്ക് പ്രിയങ്കരമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്, പക്ഷെ അത് പലപ്പോഴും ദൈവത്തിനെതിരായിരിക്കും. പരദൂഷണം, മദ്യപാനം, മധുരോത്സവങ്ങൾ, റേവ് പാർട്ടീസ്, അതെല്ലാം മനുഷ്യരുടെ മുമ്പിൽ നമുക്ക് കൂടുതൽ കമ്പനിയും ആക്സെപ്റ്റൻസും എല്ലാം കിട്ടും. പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ പലപ്പോഴും ഇതെല്ലാം നമ്മളെ പാപങ്ങളിലേക്ക് നയിക്കും. പിന്നീടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ, അവർ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം മനുഷ്യർക്കും പ്രീതികരമാണ്, ദൈവത്തിനും പ്രീതികരമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ, അവരിൽ വസിക്കുന്നത് ദൈവമാണ്. അവരിൽ കർത്താവ് വസിക്കുന്നു. അവർ കർത്താവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അവർ കർത്താവിലൊരു നവ സൃഷ്ടിയാണ്. അത് കഴിഞ്ഞിട്ടുള്ളൊരു ക്ലാസിഫിക്കേഷൻ,
അവർ ചെയ്യുന്ന പ്രവൃത്തികൾ മിക്കവാറും മനുഷ്യർക്ക് പ്രിയങ്കരമായിരിക്കുകയില്ല, പക്ഷേ ദൈവത്തിന് പ്രിയങ്കരമായിരിക്കും. നമ്മൾ പലയിടങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. ഇങ്ങനെയുള്ളവരിലൊക്കെ ദൈവാംശത്തിൻ്റെ അളവ് വളരെ കൂടുതലാണ്. അവർ വിശുദ്ധരാണ്. അവർ ചെയ്യുന്ന പല പ്രവൃത്തികളും മനുഷ്യർക്ക് വട്ടായി തോന്നും. പക്ഷെ ദൈവത്തിന് മുമ്പിൽ അവ പ്രീതികരമാണ്. മദർ തെരേസനെയൊക്കെ എടുത്ത് നോക്കിയാൽ മഠത്തിന്ന് 10 രൂപ കയ്യിൽ വെച്ചിട്ട് ഇറങ്ങുകയാണ്. ദൈവമാണ് അവരെ നയിക്കുന്നത്. അപ്പോൾ മനുഷ്യരുടെ മുമ്പിൽ അതൊരു വിഡ്ഢിത്തരമായിട്ട് തോന്നാം. പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ അത് വളരെ പ്രീതികരം. വിശുദ്ധ ഫ്രാൻസിസ് അസ്സീസിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സമ്പന്ന കുടുംബത്തിൽ നിന്ന് എല്ലാം വലിച്ചെറിഞ്ഞ് ദൈവത്തിനെ സേവിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച വിശുദ്ധ ഫ്രാൻസിസ് ലോകത്തിൻ്റെ മുമ്പിൽ പരിഹാസ്യനാണ്. പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ ഏറ്റവും പ്രിയപ്പെട്ടവർ. അപ്പോൾ നമുക്കും നമ്മുടെ അവസ്ഥ എന്തു തന്നെ ആയിരുന്നാലും ഈ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് വേണം നമ്മുടെ ക്രിസ്തീയ ജീവിതം, അല്ലെങ്കിൽ അതിന് അർത്ഥമില്ലാതായി പോകും. മിനിമം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ദൈവത്തിനും പ്രീതികരമാകണം, മനുഷ്യനും പ്രീതികരമാകണം. അങ്ങനെ ദൈവത്തിൽ പൂർണ്ണമായി അർപ്പിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ ഒരു സമയത്ത് നമ്മൾ ദൈവത്തിന് മാത്രം പ്രീതികരമായ പ്രവൃത്തികൾ ചെയ്യുന്നവരായി തീരാം. ഈ ഒരു വെളിപാടിലേക്ക്, ഈ ഒരു തുറവിയിലേക്ക്, ഈ ഒരു ജ്ഞാനത്തിലേക്ക് ദൈവം നമ്മെ എല്ലാവരെയും ക്ഷണിക്കുന്നു. കർത്താവ് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസത്തെ വർദ്ധിപ്പിക്കട്ടെ, അതിൻ്റെ യഥാർത്ഥ രീതിയിൽ അതിനെ വർദ്ധിപ്പിക്കട്ടെ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ. God bless.